എന്നാൽ ജ്ഞാനാത്വത്തിൽ ഏകത്വമെന്നും മനുഷ്യന്റെയും അവൻ അധിവസിക്കുന്ന ഭൂമിയിൽ പറയുന്നത് ഓർക്കാം. ലോക സമാധാനത്തിന് എല്ലാ മതങ്ങളും കൈകോർക്കണം. കാരണം ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഏറ്റവും സ്വാധീനമുള്ള ചാലക ശക്തിയാണ് മതം. പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ സ്ഥാപിതമായവയാണ് മതങ്ങൾ. മതിലുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ ലോകത്ത് എന്നെയും നിന്നെയും ഐക്യത്തിൽ നിലനിർത്തുന്ന പാലങ്ങളായി മതങ്ങൾ മാറണം. വൈരവും അക്രമവും മതങ്ങളും കൈകോർക്കണം. കാരണം ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഏറ്റവും യുദ്ധവും കൊലപാതകവും സൃഷ്ടിക്കുന്ന ദുഷ്ടശക്തികളാവാതെ കണ്ണീരൊപ്പുന്ന കനിവിന്റെ കരങ്ങളാവണം ഓരോ മതവും. സാഹോദര്യത്തിൽ ആഴപ്പെടുന്ന മനുഷ്യത്വം നഷ്ടപ്പെടാത്ത മനുഷ്യരെ വളർത്തുവാൻ ലോകമെങ്ങും മതങ്ങൾ നിലകൊള്ളട്ടെ എന്ന ആഗ്രഹത്തോടെ ടീം സിൽവസ്റ്റർ കൊച്ചി. സിൽവസ്റ്റർ കൊച്ചിൻ അവതരിപ്പിക്കുന്ന സർവമത സൗഹാർദ്ദം ലോക സമാധാനത്തിനായി. മാനവികതയുടെ അടയാളം സാഹോദര്യമാണ്. ഓരോ മതത്തിനും മറ്റൊന്നിനെ അപേക്ഷിച്ച് വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തതകളുമുണ്ട്. എന്നാൽ ജ്ഞാനാത്വത്തിൽ ഏകത്വമെന്നും മനുഷ്യന്റെയും അവൻ അഭിവസിക്കുന്ന ഭൂമിയുടെയും നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും നമുക്കറിയാം. നന്മയുള്ള മനസ്സുകൾ ഒന്നുചേരാൻ സാധിക്കുമെന്ന് ഫ്രാൻസിസ് പറയുന്നത് ഓർക്കാം. ലോക സമാധാനത്തിന് എല്ലാ മതങ്ങളും കൈകോർക്കണം. കാരണം ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഏറ്റവും സ്വാധീനം. പാടുന്നില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ കേരളത്തിന്റെ പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാത്മാ അയ്യൻകാളി പഞ്ചമി എന്ന പെൺകുട്ടിയുമായി ഊരൂട്ടമ്പലം എന്ന തുടർന്ന് നടന്ന ഊരൂട്ടമ്പല ലഹള 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. പാടുന്നില്ലെങ്കിൽ പാടത്തേക്കില്ല കേരള ചരിത്രത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവത്തിന്റെ തുടക്കവും ഇവിടെ നിന്നാണ്. മഹാത്മാഗാന്ധി ബഹുമാൻ പുരസ്കാരം കുമിയ രാജാവ് നവോത്ഥാന നായകൻ മലയോര കർഷകർക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട്. മനുഷ്യജീവനും അവന്റെ ഉപജീവന മാർഗത്തിനും ഭീഷണിയാകുമ്പോഴും കാട്ടുമൃഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? വന്യമൃഗങ്ങൾ കാടിറങ്ങാതെ നോക്കേണ്ടത് ആരാണ്? ഇനി അഥവാ കാടിറങ്ങിയാൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരൊക്കെയാണ്? ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ മുന്നേ മൃഗങ്ങൾ കാടിറങ്ങുന്നതോ അതോ മനുഷ്യൻ കാട് കയറുന്നതോ എന്ന ചോദ്യത്തിന് നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം അത്രമാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട് മനുഷ്യൻ കാടിനോട്. കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന്
വന്യജീവി ആക്രമണങ്ങളുടെ തുടർ ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന് ദിവസവും 2 വന്യജീവി ആക്രമണങ്ങൾ 34,775 വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിദിനം ശരാശരി 10 വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലെ പലയിടങ്ങളിൽ സാധിക്കാത്തത്ര ആഴമേറിയ സമുദ്രമാണ് സൗഹൃദം. അതൊരു മനോഹരമായ ഒരു കവിതയാണ്. അതിലെ ഓരോ വരിയും സ്നേഹത്തിന്റെയും കരുണയുടെയും അക്ഷരങ്ങളാൽ നിറഞ്ഞതാണ്. സിമോന സിമോൻ ഇപ്പറ ഇവിടെ എവിടെ ഇത് മാറിക്കൊടുക്ക് ആൾക്കാർ പോട്ടെ നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നു. ഈ രാത്രിയിൽ പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശ്രീരാജരാജവാരങ്ങളും സമയത്ത് നവരാത്രി ആഘോഷങ്ങളുടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത് വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടുകൂടിയാണ്. 9 രാത്രിയിൽ 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശ്രീരാജരാജേശ്വരി ദേവി